Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HMS-നെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. ഇനി അടുത്തത് എടുക്കാനായിട്ട് പോകുന്നത് കമ്പോണൻസ് ഓഫ് എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഘടകങ്ങൾ എന്താണ്, കമ്പോണൻസ് എന്താണ്? ഓക്കെ, ഫസ്റ്റ് വൺ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണ് ഫസ്റ്റ് കമ്പോണന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Managing appointments manually is not only monotonous but also increase the chance of making an error. Even in a recent study, 68% of patients said they were more inclined to choose a hospital where they could schedule, alter, or cancel appointments online. A hospital management system enables us to add a scheduling option to the hospital website so that patients can easily schedule an appointment. Once the patient has reserved an appointment, the hospital management system will match the patient's illness to the doctor's area of expertise. It will then allocate them to the next available specialist or the one they prefer. It also updates the available slots in real time to avoid any perplexity at the hospital. The next step in appointment booking is to gather medical documents. An HMS with a patient portal is used to collect documents and share the patient history with the doctors well in advance. If the patient requires help at her house, the system will verify the doctor's availability for the remote visit and assign accordingly. In this way, patients can create an easy and error-free process by digitalizing the appointment reserving process. Okay. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ ഇത്. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നേ, അതായത് അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നവരൊന്നല്ല. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഒറ്റയ്ക്ക് ഒരാൾ വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്പോയിന്റ്മെന്റുകൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അവിടെ മാനുവലി ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, ധാരാളം എററുകൾ സംഭവിക്കും. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് ധാരാളം പിശകുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 68% ആളുകളും പ്രയോറിറ്റി കൊടുക്കുന്നത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റിനാണ്. നമ്മളൊക്കെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും അല്ലെ എടുക്കുന്നുണ്ടാവുക. നമ്മളിപ്പോ ആരെങ്കിലും ഡയറക്റ്റ് ആയിട്ട് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ആളുകൾ ഉണ്ടാവും. വളരെ ചുരുക്കം ആളുകളെ ഡയറക്റ്റ് ആയിട്ട് പോയി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുള്ളൂ. എല്ലാവരും മുൻകൂട്ടി എന്ത് ചെയ്യാണ്, അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണ്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് എളുപ്പത്തിൽ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും ആൾട്ടർ ചെയ്യാനും പറ്റും. ആൾട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോയിന്റ്മെന്റുകൾ വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം, മാറ്റി വെക്കാം. ചിലപ്പോൾ ഇന്നത്തേക്കായിരിക്കും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടാവുക, നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ ഡോക്ടർ ഇന്ന് കാണേണ്ടതാണെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്കായിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് എറർ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. കൂടാതെ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ അപ്പോയിന്റ്മെന്റിലാണ്. ഓൺലൈൻ അപ്പോയിന്റ്മെന്റിലൂടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യാനും ആൾട്ടർ ചെയ്യാനും അതുപോലെ ക്യാൻസൽ ചെയ്യാനും കഴിയും എന്നതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത പറഞ്ഞോട്ടെ. A hospital management system ഇവിടെ പറയുന്നുണ്ട് enables used to add a scheduling option to the hospital website so that patient can easily schedule an appointment. അതായത് ആശുപത്രിയുടെ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, അപ്പോയിന്റ്മെന്റ്
ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് സാധിക്കും. ആശുപത്രിക്ക് ഹോസ്പിറ്റലിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാകും. ആ വെബ്സൈറ്റ് വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുക. മാത്രമല്ല സിസ്റ്റം പേഷ്യന്റിന്റെ അസുഖത്തെ ഡോക്ടർമാരുടെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് മാച്ച് ചെയ്യിക്കുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റ് നെഞ്ചുവേദനയായിട്ട് ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇന്ന ഡോക്ടർ എന്ന് പേഷ്യന്റ് പറഞ്ഞിട്ടില്ല, ഇൽനെസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ രോഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാണ് ഈ HMS എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യുന്നു, അതായത് ആ രോഗിക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, ഏത് ഡിപ്പാർട്ട്മെന്റുമായിട്ടാണോ ഈ ഒരു രോഗിയെ കണക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുകയും അവരെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പൊ നെഞ്ചുവേദനയായിട്ടാണ് ഒരു പേഷ്യന്റ് അപ്പോയിന്റ് എടുക്കുന്നതെങ്കിൽ ആ രോഗിയെ കാണിക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നതും ഡോക്ടറെ ചൂസ് ചെയ്യുന്നതും. ഓക്കെ, മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് രോഗിക്ക് ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്. ചിലവര് ഡോക്ടറെ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയും. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റുകളിൽ തന്നെ സീനിയർ ഡോക്ടർ ഉണ്ടാവാം, ജൂനിയർ ഡോക്ടർ ഉണ്ടാവാം. അപ്പൊ അവർ ഡിമാൻഡ് ചെയ്യും, എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറയും. അങ്ങനെ കാണണം എന്ന് പറയുമ്പോൾ അവര് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട്, ആ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സിസ്റ്റം ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം റിഡ്യൂസ് ചെയ്യുന്നതിന് അപ്പോയിന്റ്മെന്റുകൾ സ്ലോട്ടുകളായി അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു സമയത്ത് തന്നെ ഒരു 10 പേഷ്യൻസ് ഒരേ സമയത്ത് തന്നെ ഒരേ ഡോക്ടറെ കാണാനായിട്ട് വരികയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതിനകത്ത് കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ഉണ്ടാകും. ചിലപ്പോൾ ഒരേ പേരുകളുള്ള ആളുകൾ ഉണ്ടാവും, ഒരേ ഇനീഷ്യൽ ഒരേ വീട്ടുപേരുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ഇറങ്ങി വരാനായിട്ട് ഇടയുണ്ട്. അപ്പോ അത് രോഗികളുടെ അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലോട്ട് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അപ്പോയിന്റ്മെന്റ്, അല്ലെങ്കിൽ ഈ രോഗിക്ക് ഈ സമയത്താണ് അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുള്ളത്, ഈ സമയത്താണ് ആ ഡോക്ടറെ കാണേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതും ഈ സിസ്റ്റം ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുന്നു, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഈ ഒരു ഇത് വെച്ചിട്ട്, അതായത് പേഷ്യന്റിന് ഒരു പോർട്ടൽ ഉണ്ടാവും, ഒരു ID ഉണ്ടാവും. ആ പോർട്ടൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഡോക്ടറെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഡോക്ടർ ഈ ഒരു പേഷ്യന്റിലെ എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്യുന്നു, എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സ് കേട്ടോ. അതായത് ആ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാല് പേഷ്യന്റുമായി ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടേഴ്സിന്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊരൊറ്റ ക്ലിക്ക് ചെയ്താൽ മതി, അവരുടെ സിസ്റ്റത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരൊറ്റ ക്ലിക്ക് ചെയ്താൽ അവർക്ക് എല്ലാത്തരം ഇൻഫോർമേഷൻസും കിട്ടുന്നതാണ്. അപ്പോ പേഷ്യന്റ് ഇവിടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്ന ആ സമയത്ത് തന്നെ, സ്ലോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിലൂടെ സാധിക്കും. ഓക്കെ, മുൻകൂറായിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഡോക്യുമെന്റ്സുകൾ ശേഖരിക്കാനും ഡോക്ടറുമായിട്ട് ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ചില പേഷ്യൻസിന് വീടുകളിൽ ഡോക്ടറുടെ സേവനം ആവശ്യമുണ്ടാകാം. അവനോ അവളോ എന്ന് പറയുന്നുണ്ട് ഇവിടെ, അവരുടെ വീട്ടില് ചിലപ്പോൾ അവൾക്കോ അല്ലെങ്കിൽ അവനോ ആയിരിക്കാം. അവരുടെ വീടുകളിൽ ഡോക്ടറിന് ആവശ്യമുള്ള സമയത്ത് ഏത് ഡോക്ടറാണോ വീടുകളിൽ പോവാൻ തയ്യാറായി നിൽക്കുന്നത് ആ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടേക്ക് സജ്ജമാക്കി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അവൈലബിലിറ്റി അവിടെ ഉറപ്പുവരുത്തുക കൂടി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തടസ്സമില്ലാത്ത അനുഭവത്തിനായിട്ട് അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് സിമ്പിൾ ആക്കുകയും ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോ ഈ ഒരു സിസ്റ്റത്തിലൂടെ HMS പറയുന്ന സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ്സുകൾ സിമ്പിൾ ആക്കുകയും അതുപോലെ തന്നെ ഡിജിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോ ഇത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഈ HMS സിസ്റ്റത്തിനുള്ളത്. അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നു, മെഡിക്കൽ റെക്കോർഡുകൾ കളക്ട് ചെയ്യുന്നു, ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു, ആവശ്യമെങ്കിൽ വീട്ടിലെ സേവനം ഡോക്ടർ ഉറപ്പുവരുത്തുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സഹായമാകുന്നത് എന്താണ്, ഈ HMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സോഫ്റ്റ്വെയറിൽ ഒരാൾ ഇരിക്കുന്നത് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ടൈംലി എൻഗേജ്മെന്റ്, അതായത് ആ അപ്പോയിന്റ്മെന്റുകൾ ഇവിടെ എന്താ പറയാ കണക്ട് ചെയ്യാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പിക്ചർ ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ.
ദെൻ അപ്പോയിന്റ്മെന്റ് കേസ് ഹിസ്റ്ററി, അതായത് ഒരാൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹം മുൻകാലങ്ങളിൽ ആ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കിട്ടുന്നതാണ്. അദ്ദേഹം എടുത്തിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സുകൾ എത്രയാണ്, അദ്ദേഹത്തിന്റെ കേസ് ഹിസ്റ്ററി എങ്ങനെയാണ്, അതുപോലെ കോൺവെർസേഷൻ ഹിസ്റ്ററി, അതായത് ഡോക്ടറുമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, പിന്നെ അദ്ദേഹത്തിന്റെ ഡെമോഗ്രാഫിസ്, അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ വൈറ്റൽസ്, ദെൻ അദ്ദേഹത്തിന്റെ ജെൻഡർ, ഏജ്, വെയിറ്റ്, ഹൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് എന്ത് HMS എന്ന് പറയുന്നത്. അടുത്തത് പേഷ്യന്റ് മാനേജ്മെന്റ് ആണ് കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റ്, അതായത് നമ്മളിങ്ങനെ ഓരോ കമ്പോണന്റ് പറയുമ്പോഴും അതിനെ ഇപ്പോ നമ്മള് എന്താ പറഞ്ഞത്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആണല്ലേ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം മൊഡ്യൂൾ, അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയും. അതുപോലെ തന്നെ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയും. അതായത് ഈ സോഫ്റ്റ്വെയർ, ഈ സിസ്റ്റം HMS എന്ന് പറയുന്ന സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ HMSലെ പേഷ്യന്റ് മാനേജ്മെന്റ് ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിലാണ് ഇക്കാര്യങ്ങൾ ഉണ്ടാവുക, പേഷ്യന്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റിൽ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിനകത്ത് നടത്തുക. ഓക്കെ, അപ്പൊ പേഷ്യന്റ് മാനേജ്മെന്റ് നോക്കാം. After the patient orientation is completed, the patient is shifted to an IPD or OPD. അതായത് ഞാൻ പറഞ്ഞു, പേഷ്യന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നുണ്ട്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഓറിയന്റേഷൻ കംപ്ലീറ്റ് ആകുന്നു. അതായത് ഡോക്യുമെന്റ്സ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഒന്നില്ലെങ്കിൽ രോഗി IPDയിലേക്ക് പോകാം, അഡ്മിഷൻ ആവാം, അല്ലെങ്കിൽ രോഗി OPDയിലേക്ക് പോകാം. Okay, the patient management module of HMS caters to the necessities of the inpatient and outpatient department. രോഗി ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ പോകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് രോഗിയുടെ സകല ഡീറ്റെയിൽസും അയച്ചു കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു കേട്ടോ. സിസ്റ്റമാണ് ചെയ്യുന്നത് കേട്ടോ. ചിലപ്പോ OPDയിലേക്കാകാം, അല്ലെങ്കിൽ IPDയിലേക്കാണോ പോകാം. എവിടേക്കാണോ പോകുന്നത്, രോഗി പോകുന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരുടെ സകല ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. Then it collects and stores the medical history, treatment required, details of their previous visits, upcoming appointments, reports, insurance details and more. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതായത് ഈ ഒരു രോഗിയുടെ ട്രീറ്റ്മെന്റ് റിക്വയർഡ്, അതായത് അദ്ദേഹത്തിന്റെ ചികിത്സകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അദ്ദേഹത്തിന്റെ പ്രീവിയസ് വിസിറ്റുകള്, ഇനി വരാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ്സുകള്, അതുപോലെ രോഗിയുടെ റിപ്പോർട്ടുകള്, ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അയച്ച് കൊടുക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ, then അതുപോലെ തന്നെ it generates unique admission numbers for each patient to easily handling admission, discharge and transfer. അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ പേഷ്യന്റും യൂണിക് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ നമ്പർ ഇത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിക് ആയിട്ടുള്ള ഒരു നമ്പർ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ പേഷ്യന്റിനും ഈ സിസ്റ്റത്തിൽ ഓരോ യൂണിക് നമ്പർ ഉണ്ടാവും, അത് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അഡ്മിഷനും ഡിസ്ചാർജും ട്രാൻസ്ഫറും ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. യൂണിക് ID കൊടുക്കുന്നുണ്ടല്ലോ, യൂണിക് ID ജനറേറ്റ് ചെയ്യുന്നതിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫറുകൾ, ഇത് ഈസി ആയിട്ട് നടത്താനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ it also builds a comprehensive discharge summary to make sure of smooth discharge. വളരെ എളുപ്പത്തിലുള്ള ഒരു ഡിസ്ചാർജിന് വേണ്ടിയിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറിയും ഈ ഒരു സിസ്റ്റം റെഡിയാക്കുന്നുണ്ട്. At the same time, it records and generates related documents. Example, consent forms for electronic signature. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡിസ്ചാർജ് സമ്മറി തയ്യാറാക്കുന്ന സമയത്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ, അല്ലെങ്കിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് തന്നെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ രോഗിയിൽ നിന്ന് ഗ്യാദർ ചെയ്യുന്നുണ്ട്. ഇലക്ട്രോണിക് സിഗ്നേച്ചർ അറിയാലോ നിങ്ങൾക്ക് അല്ലെ, ഓൺലൈൻ വഴിയുള്ള സിഗ്നേച്ചർ ആണ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ. അത് ഗ്യാദർ ചെയ്യുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്.
Then അതുപോലെ തന്നെ when you അടുത്തത് okay അത് പറഞ്ഞു. When you begin collecting and storing data on HMS, default also eliminates the need to get these details on every visit. HMS enables doctors and staff to focus more on the treatment than administrative work. Now, if you wish to automate other activities like patient communication, considering integrating your HMS with the marketing automation software, it will help you automate communication with the patients and doctors. You can send appointments and lab test reminders or follow-ups and create a meaningful, long-lasting relationship. HMS-ലെ ഡാറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എല്ലാ വിസിറ്റിലും ഡോക്ടേഴ്സിന്റെ പേഷ്യന്റ് വിവരങ്ങൾ പരതി പോവേണ്ട ആവശ്യമില്ല. എന്താണ് അവിടെ പറയുന്നത്? ഓരോ പ്രാവശ്യം രോഗി വരുമ്പോൾ അവരുടെ വിവരങ്ങൾ തേടി ഡോക്ടർക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് എത്ര തവണ പേഷ്യന്റ് ഡോക്ടറിനെ മീറ്റ് ചെയ്താലും പേഷ്യന്റിന്റെ ഹിസ്റ്ററി HMS-ൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ പരതിയൊന്നും പോവണ്ട അല്ലെ. എത്ര തവണ പേഷ്യന്റ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്താലും HMS-ൽ എന്തുണ്ടാവും? ആ പേഷ്യന്റ് വിവരങ്ങൾ അങ്ങനെ തന്നെ കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ പാത്തോളജി റിപ്പോർട്ട് വേണമെങ്കിൽ ഡോക്ടേഴ്സിനെ ലബോറട്ടറിയിൽ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ്? ടെസ്റ്റ് കഴിഞ്ഞ റിപ്പോർട്ട് UHID-യിൽ, അതായത് പേഷ്യന്റ് ID-യിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഡോക്ടറെ കാണാൻ വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അദ്ദേഹം ലാബില് ലബോറട്ടറിയിൽ പോവൽ എന്തെങ്കിലും ടെസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ചിലപ്പോ ഡോക്ടർക്ക് രോഗി വരും, രോഗി വന്നു കഴിയുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത്ര നേരമായി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ലബോറട്ടറിയിൽ വിളിച്ചു വെക്കാം അല്ലെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണ്ട? HMS ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ രോഗിയുടെ ID വെച്ചിട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് HMS-ൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണോ? മനസ്സിലായോ? നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യേണ്ട? നിങ്ങളുടെ ഓരോ വിസിറ്റിലും നിങ്ങളുടെ കാര്യങ്ങള് ഡോക്ടർക്ക് പരതി പോകേണ്ട ആവശ്യമില്ല. ഒരൊറ്റ വിസിറ്റ് നടത്തിയാൽ മതി. HMS-ൽ നിങ്ങളുടെ വിവരങ്ങൾ കംപ്ലീറ്റ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്ന ആ ഒരു സമയമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ടുകളും മറ്റും ഡോക്ടർക്ക് കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടറുടെ മുറിയിലിരുന്ന് HMS-ലൂടെ അത് കാണാനായിട്ട് സാധിക്കും. കേട്ടോ? അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ HMS-ൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്റഗ്രേറ്റഡ് മീൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ എന്നൊരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇത് HMS-ൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന്റെ ലാബ് റിപ്പോർട്ടും മറ്റും കാര്യങ്ങളും പേഷ്യൻസിന്റെ ID-യിൽ എന്ത് ചെയ്യുന്നു? ID-യിലേക്ക് പൊയ്ക്കോളൂ കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് HMS-ലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പേഷ്യന്റെ എല്ലാത്തരം റിപ്പോർട്ടുകളും പേഷ്യന്റെ ID-യിലേക്ക് എന്ത് ചെയ്യും? പൊയ്ക്കൊള്ളും. അതുപോലെ അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മൊബൈൽ നമ്പറിലേക്ക് അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ മെസ്സേജ് പൊയ്ക്കൊള്ളും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ മെസ്സേജ് കിട്ടുന്നത്? ഈ ഒരു അപ്പോയിന്റ്മെന്റുകള് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു, അത് ഈ ഒരു മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യും? അപ്പോയിന്റ്മെന്റുകള് കൺഫർമേഷൻ മെസ്സേജുകള് വന്നോളും. നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഏത് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്? സിസ്റ്റം ഏതാ? ഏത് സിസ്റ്റം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? കമന്റ് ചെയ്തേ. ഏത് സിസ്റ്റത്തിന്റെ കാര്യമാണ്? HMS. ഓക്കെ, അതിനകത്ത് എന്ത് ആഡ് ചെയ്താലാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ മെസ്സേജുകളൊക്കെ വരിക? എന്ത് ആഡ് ചെയ്താലാണ്? മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ലിങ്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ID-യിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഇത്തരത്തിലുള്ള കൺഫർമേഷൻ മെസ്സേജുകളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെസ്സേജുകൾ മാത്രമല്ല, നമ്മുടെ ലാബ് ടെസ്റ്റുകൾ, നമ്മുടെ റിമൈൻഡേഴ്സ്, നമ്മുടെ ഫോളോ അപ്പ്, അതുപോലെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്താൽ
ഈ ഐഡിയയിലേക്ക് പോയിക്കൊള്ളും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അടുത്തത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. To facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS helps you keep records for bed availability, occupancy status of rooms with specialized care and more. It collects all such information and makes it easy available to the receptionist. If a hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patients can visit any hospital on the basis of their convenience, as all records are available online. Okay. ഇവിടെ പറയുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. അതായത് HMS-ന് ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂൾ ഉണ്ട്. അത് ചില കാര്യങ്ങളിൽ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു അതായത് രോഗിക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രോഗിക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. എങ്ങനെയാണ്? അതായത് ഇത് ബെഡ് അവൈലബിലിറ്റിയെ കുറിച്ചിട്ടുള്ള റെക്കോർഡ്സ് സൂക്ഷിച്ചിട്ടുണ്ടാവും. HMS-ൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബെഡ് അവൈലബിലിറ്റി, എത്ര ബെഡുകളാണ് ഒരു ഹോസ്പിറ്റലിൽ ഉള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെഡിക്കൽ ICUലേക്ക് ഒരു 500 ബെഡുകൾ ഉണ്ടെങ്കിൽ അതിന്റെ അവൈലബിലിറ്റി അവിടെ ഷോ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഓരോ റൂമുകളുടെയും ഒക്യുപ്പൻസി സ്റ്റാറ്റസുകൾ ഷോ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ, ഓരോരോ ICUയിൽ കൊടുക്കുന്ന കെയറുകൾ, എത്ര രോഗികളുണ്ട്, ഇവിടെ എത്ര ബെഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഡിസ്ചാർജ് ചെയ്തു പോകുന്ന രോഗികൾ എത്ര എണ്ണമാണ് ഒരു ദിവസം. ഒരു 500 ബെഡ് ഒരു ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണെങ്കിൽ ഒരു 100 പേര് ഡിസ്ചാർജ് ആയി പോവുകയാണ് ഒറ്റ ദിവസം തന്നെ. ബാക്കി എത്ര കിടക്കുകൾ ഉണ്ടാവും അവിടെ? 500 എണ്ണമാണ് ആകുള്ളൂ എന്ന് വിചാരിക്കാം. അതിനകത്ത് 100 പേര് എന്തായി? ഡിസ്ചാർജ് ചെയ്ത് പോയി. ഓക്കെ, ബാക്കി എത്ര കിടക്കുകൾ ഉണ്ടാകും? കമന്റ് ചെയ്തേ, എത്ര കിടക്കുകളാ ഉണ്ടാവുക? എത്രയാ? 500-ന്ന് 100 മൈനസ് ചെയ്താൽ എത്ര ഉണ്ടാവുക? 400 ബെഡ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ 400 ബെഡ്സിന്റെ അവൈലബിലിറ്റി എവിടെ കാണിക്കുന്നതാണ്? HMS-ല് കാണിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില കിടക്കുകളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള കിടക്കുകൾ ഉണ്ടാവും, ഉപയോഗിക്കാൻ പറ്റാത്ത കിടക്കുകൾ ഉണ്ടാകും. അപ്പോ അതിന്റെയും കൂടി കണക്കുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, ഈ ഒരു സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിന് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും അല്ലെ. റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓവറോൾ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതിനവരെ സഹായിക്കുന്നത് HMS എന്ന് പറയുന്ന സിസ്റ്റമാണ്. കാരണം അവർക്ക് എല്ലാവർക്കും ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിസപ്ഷനിസ്റ്റ് ആണെന്ന് വിചാരിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചെന്ന് ഓരോ കാര്യങ്ങൾ തിരക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഹോസ്പിറ്റലിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവരുടെ ആ ഒരു HMS സിസ്റ്റം, അവരുടെ മുന്നിലിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ തെളിയുന്നതായിരിക്കും. അതിലൂടെ അവർക്ക് ആ ഹോസ്പിറ്റലിന്റെ വിവിധ തരം പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ആണുള്ളത്. ഈ ഫെസിലിറ്റീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? HMS-ഉമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവാം ഹോസ്പിറ്റലില്. ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാകാം, അതുപോലെ OPD ഉണ്ടാവാം, IPD ഉണ്ടാവാം, അങ്ങനെ അതുപോലെ തന്നെ വേറെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഹോസ്പിറ്റൽ അവൈലബിൾ ആയിരിക്കുള്ളൂ. ഈ ഡിപ്പാർട്ട്മെന്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ആരാണ്? HMS എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇപ്പൊ പെട്ടെന്ന് ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെട്ടെന്ന് തന്നെ ICUലേക്ക് ഒരു രോഗിയെ കൊണ്ടുപോവാണെന്ന് വിചാരിക്കാം. അവിടെ ചെന്ന് പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, മറിച്ച് എന്താണ്? HMS സിസ്റ്റം വഴി അത് കണക്റ്റഡ് ആയിക്കോളും. ഓക്കെ, അപ്പൊ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ തന്നെ എല്ലാ തരത്തിലുള്ള ഓവറോൾ പിക്ചർ നമുക്ക് ഈ ഒരു HMS സിസ്റ്റത്തിലൂടെ ലഭിക്കുന്നതാണ്. പിന്നെ ഇവിടെ പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവും അല്ലെ. പല ജില്ലകളിലായിട്ട് അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലായിട്ട് എന്തുണ്ടാകും? പല പല ബ്രാഞ്ചുകൾ ഉണ്ടാകും. അപ്പോ കേരളത്തിൽ ചികിത്സയിലുള്ള ഒരാള്, ഒരു പേഷ്യന്റ്, ഫോർ എക്സാമ്പിൾ പറയാണ് കേട്ടോ, ഒരു ചികിത്സയിലുള്ള ഒരു പേഷ്യന്റ് പെട്ടെന്ന് തന്നെ അയാള് റെഫർ ചെയ്യാണ് അവരുടെ തന്നെ തമിഴ്നാട്ടിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്.
ഓക്കെ, അപ്പൊ ഈ പേഷ്യന്റ് എന്ത് ചെയ്യണ്ട, അദ്ദേഹത്തിന്റെ രേഖകളും മറ്റൊന്നും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല അല്ലെ. എന്ത് മതി, എന്തിലൂടെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്തിലൂടെ കാണാനായിട്ട് സാധിക്കും? വേറൊരു ഹോസ്പിറ്റലാണ് ചെല്ലുന്നത് കേട്ടോ, ഒരേ ബ്രാഞ്ച് തന്നെയാണ്, വേറൊരു ഹോസ്പിറ്റലാണെന്ന് മാത്രം. അവിടെയുള്ള ഡോക്ടർക്ക് വേറൊരു ഡോക്ടറെ ആയിരിക്കും എന്തായാലും ഇവിടെ കാണിക്കുക. തമിഴ്നാട്ടിലുള്ള ഒരു ഡോക്ടറെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറെ ആയിരിക്കും കാണിക്കുക ഹോസ്പിറ്റലിൽ അല്ലെ വർക്ക് ചെയ്യുന്ന. അപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ പേഷ്യന്റിന്റെ ഫയലും കാര്യങ്ങളൊന്നും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. HMS-ല് ഈ ഒരു സിസ്റ്റം വഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ രോഗി മുൻകാലങ്ങളിൽ എവിടെയാണോ ചികിത്സിച്ചിരുന്നത് അതിന്റെ ഡീറ്റെയിൽസ്, ആരാണോ ഈ രോഗിയെ നോക്കിയിട്ടുള്ളത് ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ക്ലിക്കിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെയുള്ള ഡോക്ടർക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ എല്ലാ തരം കാര്യങ്ങളും ഓൺലൈനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ദാറ്റ് ഈസ് HMS സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി പറയണോ? ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയണമെങ്കിൽ പറയാട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ ആണ്. ദെൻ സ്റ്റാഫ് മാനേജ്മെന്റ് നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. സ്റ്റാഫ് മാനേജ്മെന്റ് ഒന്ന് വായിക്കുക, റീഡ് ചെയ്യുക 2 മിനിറ്റ്. ഓക്കെ, നോക്കാം. സ്റ്റാഫ് മാനേജ്മെന്റ്, HMS-ന്റെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. The staff management module facilitates a concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of files. Additionally, it enables us to plan the hiring process based on the requirements of the hospital. Okay, അതായത് ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള് HR-ഉമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. എങ്ങനെയാണ്, അതായത് ഈ ഒരു HRM-ല് ഈ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കാം. ചില റെക്കോർഡുകൾ ഉണ്ട്, ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ റെക്കോർഡുകളാണത്. അവരുടെ റെക്കോർഡുകൾ, അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ്, അവരുടെ ജോലി വിവരങ്ങള്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ദെൻ അവരുടെ സർവീസ് ഡൊമൈൻ, അവർ ഏത് സർവീസ് ആണ് ചെയ്യുന്നത്, എത്ര കാലമായിട്ട് അവിടെ സർവീസ് ചെയ്തു വരുന്നു, മാത്രമല്ല മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും. ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എന്തിലുണ്ടാകും, ഈ ഒരു HMS സിസ്റ്റം നമുക്ക് തരുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ഈ അവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട്, ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം ഫയലുകളും കാര്യങ്ങളും ഒന്നും തരേണ്ട ആവശ്യമില്ല, മറിച്ച് ഇതിനകത്ത് നമുക്കത് മനസ്സിലാവുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 5 പേര് റിസൈൻ ചെയ്യാന്ന് വിചാരിക്കാം. ഉദാഹരണമായിട്ട് നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് 5 നഴ്സുമാർ റിസൈൻ ചെയ്യാൻ പോകുന്നു, ചെയ്തിട്ടില്ല, ചെയ്യാനായിട്ട് പോകുന്നു. അപ്പൊ ഈ വിവരം അവരെന്തായാലും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞിട്ടുണ്ടാകും. HMS എന്ത് ചെയ്യുന്നുണ്ട്, ഈ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ആരാണ് 5 പേര്, എന്ത് കാരണം കൊണ്ടാണ് 5 പേര് റിസൈൻ ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങുന്നത്, ഇനി അവർക്ക് പകരം ഒരു 5 പേരെ കൂടി ഹയർ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ആരാണ്, ഈ ഒരു HMS ആണ് കേട്ടോ. അപ്പോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകാനായിട്ട് ഒരു 5 പേര് നിൽക്കുകയാണെങ്കിൽ 5 പേരുടെ വിവരങ്ങള് അവരെന്തിനു പോകുന്നു, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസ് നമുക്ക് എന്തിൽ കിട്ടുന്നതായിരിക്കും, ഈ ഒരു മൊഡ്യൂൾ വഴി നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ.
ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് സപ്ലൈ മാനേജ്മെന്റ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. സപ്ലൈ മാനേജ്മെന്റ്. Okay. Supply management. A hospital cannot afford to be short of medical supplies. Not having the medicines at the right time or a minor delay in refill can lead to severe result. The supply management factor of the HMS tracks the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supplier details. This way, you can calculate or forecast the next purchase and record before the stock is short. It also provides the details of the medicine available so that doctors can prescribe the ones in stock. അതായത് ഒരു ഹോസ്പിറ്റലില് എപ്പോഴും മെഡിക്കൽ സപ്ലൈസിന്റെ ഷോർട്ടേജ് വരാനായിട്ട് പാടുള്ളതല്ല. അല്ലെങ്കിൽ ആളുകൾക്ക് മെഡിക്കൽ കെയർ കൊടുക്കുന്നതിൽ ഡിലേ വരാനും പാടുള്ളതല്ല. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രോഗികളുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന ഒരു കണ്ടീഷനിലേക്കാണ് പോവുക അല്ലെ. ഹോസ്പിറ്റലിലെ മരുന്നുകളുടെ ഷോർട്ടേജ് വന്നാൽ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്നത് വൈകിയാലൊക്കെ എന്ത് വരും? ആളുകളുടെ ജീവൻ ആപത്താണ് ഉണ്ടാവുക. അപ്പോ ഈ ഒരു സപ്ലൈ മാനേജ്മെന്റ് ഫാക്ടർ, HMSന്റെ സപ്ലൈ മാനേജ്മെന്റ് ഫാക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ട്രാക്ക് ചെയ്യുന്നത്? ഏതൊക്കെ മരുന്നുകളാണ് അവിടെ ഉള്ളത്? അവൈലബിലിറ്റി ഓഫ് മെഡിക്കൽ സ്റ്റോക്സ്, ഏത് തരം മരുന്നുകൾ എത്ര എണ്ണമാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്ന മരുന്നുകളുടെ ക്വാണ്ടിറ്റി എത്രയാണ്? അതായത് ഓരോ മരുന്നുകൾക്കും ഓരോ ക്വാണ്ടിറ്റി ഉണ്ടാവും, അളവുകൾ ഉണ്ടാവും അല്ലെ. അതിന്റെ അളവുകൾ എന്താണ്? അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്നാണ്, ഈ മരുന്നുകൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്നാണ്. ദെൻ എത്ര അളവിലാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. സപ്ലയർ ഡീറ്റെയിൽസ്, ആരിൽ നിന്നാണ് അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു HMS ട്രാക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഏതൊക്കെ മരുന്നുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അത് പർച്ചേസ് ചെയ്ത ഡേറ്റ് എന്നാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് അത് വാങ്ങിയത്, അത് സപ്ലൈ ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് എത്ര നാൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു മരുന്നിന്റെ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാല് എത്ര നാളുകൾ കൊണ്ടാണ് അടുത്ത പർച്ചേസ് ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള ദിവസങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്ടർമാർ ഏത് മരുന്നുകളാണ് കൂടുതലായിട്ടും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ HMS ട്രാക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ സപ്ലൈ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മെഡിസിൻസിന്റെ ആണ് ഇവിടെ പറയുന്നത്. മെഡിസിൻസ്, എത്ര മെഡിസിൻസ് അവൈലബിൾ ഉണ്ട്, സ്റ്റോക്ക് തരുന്ന മെഡിസിൻ എത്ര, പർച്ചേസ് ഡേറ്റ് എത്ര, എക്സ്പയറി എങ്ങനെയാണ്, അതുപോലെ തന്നെ കൺസ്യൂം ചെയ്ത ക്വാണ്ടിറ്റി എത്രയാണ്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും സപ്ലൈ മാനേജ്മെന്റിലാണ് വരിക. ഓക്കെ. അടുത്ത പറഞ്ഞോട്ടെ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. Then financial management. The financial management factor of an HMS deals with the financial affairs of your hospital. It evaluates the stores and presents the billing information to the patients. In addition to this, it is also records the expense incurred by the hospital, revenue data, and other financial details of the hospital. This consolidation saves you the trouble of analyzing an enormous pile of record books. അപ്പൊ നമുക്ക് നോക്കാം, അതായത്
ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫാക്ടർ ഓഫ് ആൻ HMS. അത് ഈ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒരു സ്ഥാപനത്തിൽ, ഒരു ഹോസ്പിറ്റലിന്റെ ഫിനാൻഷ്യൽ അഫയേഴ്സിനെ കുറിച്ചിട്ടാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും? ബില്ലിംഗ് ഇൻഫോർമേഷൻ ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിവരങ്ങൾ, കണക്കുകൂട്ടലുകള് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസ് ആണോ വന്നിരിക്കുന്നത് അവരുടെ കംപ്ലീറ്റ് ബില്ലിംഗ് ഇൻഫോർമേഷൻസും ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിന്റെ എക്സ്പെൻസ് എത്രയാണ്, ചെലവ് എത്രയാണ്, അതുപോലെ അതിന്റെ റവന്യൂ, ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് അവൈലബിൾ ആകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റലിലെ വരവ് ചെലവ് കണക്കുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബുക്കൊന്നും പരതി പോകേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല. ഈ സിസ്റ്റത്തിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഇൻഷുറൻസ് മാനേജ്മെന്റ് ആണ്. An HMS insurance management component records and stores patient insurance details. On requirement, it presents the policy number, insurance company, and other related information. The software makes it easy to retrieve these details, making insurance validation easier. Okay. അടുത്തത് എന്താ പറയുന്നേ? അടുത്ത പറയുന്നതെന്ന് വെച്ചാല് ഇൻഷുറൻസിന്റെ, അതായത് HMSന് ഇൻഷുറൻസ് മാനേജ്മെന്റ് ഫാക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു മൊഡ്യൂൾ ഉണ്ട്. അതില് ഒരു പേഷ്യന്റിന്റെ എല്ലാത്തരം ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുണ്ടാവും. എല്ലാത്തരം ഇൻഷുറൻസ് ഡീറ്റെയിൽസ് ഉണ്ടാവും കേട്ടോ. എന്തൊക്കെയാണ്? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ആ പേഷ്യന്റിന്റെ പോളിസി നമ്പർ, ആ പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു റിലേറ്റഡ് ഇൻഫോർമേഷൻസ്. അപ്പോ ഒരു പേഷ്യന്റ് ഇൻഷുറൻസ് ആവശ്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഇൻഷുറൻസിന്റെ രേഖകളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ഡെസ്കിൽ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഇൻഷുറൻസ് ക്ലെയിം കിട്ടുന്നതിന് നമുക്ക് രേഖകൾ വേണം. നമ്മളിപ്പോ ആക്സിഡന്റലി നമ്മളിപ്പോ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു വിചാരിക്കുക. അപ്പൊ നമ്മൾ കാര്യമായിട്ട് രേഖകളും ഇൻഷുറൻസിന്റെ ഡോക്യുമെന്റ് ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻഷുറൻസ് ഡെസ്കിൽ പോയിട്ട് നമ്മൾ വിവരം പറയുമ്പോൾ നമ്മുടെ പേര്, മൊബൈൽ നമ്പർ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അവർ ID എടുത്തിട്ട് നമ്മുടെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് അവർക്ക് ലഭിക്കുന്നതാണ്. അത് ഈ ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ. നമ്മളൊന്ന് മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുത്താലോ, നമ്മളൊന്ന് പേരോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്താലോ എന്ത് ചെയ്യാം? നമ്മുടെ ഇൻഷുറൻസിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അവിടെ ഷോ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോ ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഇൻഷുറൻസിന്റെ പോളിസി നമ്പർ, ഇൻഷുറൻസ് കമ്പനി ഏതാണ്, അതുപോലെ മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കൂടി ഇതിനകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഇതിലൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ ഇൻഷുറൻസിന്റേതായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. ഇൻഷുറൻസിന്റെ വാലിഡേഷൻ കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, അടുത്തത് ലബോറട്ടറി മാനേജ്മെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ലബോറട്ടറി മാനേജ്മെന്റ് നമുക്കൊന്ന് നോക്കാം. The laboratory management features show the details of different lab tests patients take. It provides reports when needed and maintains all records collectively. The doctors can easily access. It also notifies the doctor and the patients when the result ready. അതായത് ഒരു ഹോസ്പിറ്റലിലെ HMSന്റെ ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ വഴി ലബോറട്ടറിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രോഗികളുടെ എല്ലാത്തരം ലബോറട്ടറി അല്ലെങ്കിൽ പാത്തോളജി റിപ്പോർട്ട്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് അവരുടെ റൂമിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ലബോറട്ടറിയിലേക്ക് ഒന്നും വിളിച്ച് ചോദിക്കാതെ തന്നെ ഈ രോഗികളുടെ റിപ്പോർട്ടുകൾ പെട്ടെന്ന് തന്നെ അവരുടെ സിസ്റ്റത്തിന് മുമ്പിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ റിസൾട്ട് റെഡിയാകുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ അവരുടെ IDയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങള് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലബോറട്ടറി റിപ്പോർട്ടുകളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പേഷ്യന്റ് IDയിലേക്ക് എന്ത് ചെയ്യും? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ലബോറട്ടറി മാനേജ്മെന്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ ആണോ?
ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെയാണ്. ഓക്കെ. ഒന്ന് ഇത് വരെ പറഞ്ഞത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് പോയിന്റ് ചെയ്ത് പോവാ കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റിലെ സെക്കൻഡ് പാരാഗ്രാഫ് കേട്ടോ. പേഷ്യന്റ് മാനേജ്മെന്റിലെ സെക്കൻഡ് പാരാഗ്രാഫ് when you begin തുടങ്ങി ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വരെ. ഫെസിലിറ്റി മാനേജ്മെന്റിലെ ഫസ്റ്റ് പാരാഗ്രാഫ് ഫെസിലിറ്റി തുടങ്ങി ആൻഡ് മോർ വരെ. Then supply management full paragraph. Supply management full paragraph. Okay, അത്രേ ഉള്ളൂ. റിപ്പോർട്ട് മാനേജ്മെന്റ് അടുത്തത് റിപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ റെക്കോർഡ്സ് ആൻഡ് സ്റ്റോർസ് ഓൾ ദ റിപ്പോർട്ട്സ് ജനറേറ്റഡ് ബൈ ദ ഹോസ്പിറ്റൽ. അതായത് ഒരു ഹോസ്പിറ്റലിലെ HMSല് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്താ ചെയ്യുന്നത്? റെക്കോർഡുകൾ അല്ലെ, എന്താ പറയാ, റിപ്പോർട്ട്സുകൾ, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാത്തരം റിപ്പോർട്ട്സും റെക്കോർഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സിൽ എന്തെങ്കിലും എന്താ പറയാ, ഇപ്പോ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്ന അതിന്റെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഇതുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാലോ. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അതൊരു ബിസിനസ് സ്ഥാപനം കൂടിയാണ്. അപ്പൊ ആ ബിസിനസിന്റെ കാര്യക്ഷമത പരിശോധിക്കുകയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുക കൂടി ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാ വർഷത്തെയും ഫിനാൻഷ്യൽ, ഇപ്പൊ നമ്മൾ ബഡ്ജറ്റ് ഒക്കെ നമ്മൾ ഓഡിറ്റ് പഠിച്ചതാണ് അല്ലെ, ഇന്നത്തെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയതാണ്. ഇപ്പൊ എല്ലാ വർഷങ്ങളിലെയും പ്രോഫിറ്റ് എത്രയാണ്, ഇപ്പൊ ഈ വർഷത്തെ പ്രോഫിറ്റിനെ അപേക്ഷിച്ച് ചിലപ്പോൾ കഴിഞ്ഞ വർഷം കൂടുതലായിരിക്കാം, അതിന്റെ അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ നോക്കുന്നുണ്ട്. അങ്ങനെ എല്ലാത്തരം ആ ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങളുടെ എല്ലാത്തരം കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിൽ HMSൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല, ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് കാണാനായിട്ട് സാധിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഇൻകം ടാക്സ് ചെയ്യുന്ന ഒരാൾ വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, ഹോസ്പിറ്റലിൽ ഇൻകം ടാക്സ് ചെയ്യുന്ന ഒരാൾ വരികയാണ്. അയാൾക്ക് ആ ഹോസ്പിറ്റലിലെ എല്ലാത്തരം പ്രവർത്തനങ്ങളും, അതായത് സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ പരിശോധിക്കണമെങ്കിൽ അയാൾക്ക് എന്തെടുത്താൽ മതി? ഈ HMSലെ റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളില് ആ ഒരു ഹോസ്പിറ്റലിന്റെ എല്ലാ വർഷത്തെയും പ്രോഫിറ്റ്, അവരുടെ ലോസ്, എക്സ്പെൻസ്, റവന്യൂ, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അയാൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. Then besides, you can use health dashboards to present in easy to read format. റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ, അതായത് HMSല് ഈ വിവരങ്ങൾ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ്, ലോസ്, എക്സ്പെൻസ്, റവന്യൂ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ്സ് ആയിട്ടാണ്. ഡാഷ്ബോർഡ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഞാൻ പിക്ചർ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എന്താണ് ഡാഷ്ബോർഡ്സ് എന്നുള്ളത് കേട്ടോ. ഇപ്പൊ വിവരങ്ങൾ, ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്റെ ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, ഈ വർഷത്തെ ലോസ് എത്രയാണ്, റവന്യൂ എത്രയാണ്, ഇൻകം എത്രയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ആയിട്ടായിരിക്കില്ല അവിടെ എഴുതിയിരിക്കുക. ഓരോ ഗ്രാഫുകളായിട്ടും ചാർട്ടുകളായിട്ടായിരിക്കും എന്ത് ചെയ്യുക, എഴുതിയിരിക്കുക. അതിനെയാണ് ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോ ആ വിവരങ്ങൾ അങ്ങനെ അതിനകത്ത് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സിൽ നിന്നൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, then vaccination management. Vaccination model keeps track of all completed or upcoming vaccinations. It updates you about upcoming vaccinations and books a slot with the doctor. It also sends timely reminders to parents to make sure they don't miss the slot. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ പേഷ്യൻസിന് വാക്സിൻ എടുക്കാനുണ്ടാവും അല്ലെ, ആ വാക്സിൻ എടുക്കുന്നതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, എപ്പോഴാണ് ആ വാക്സിനേഷൻ ഡേറ്റ് വരുന്നത്, എവിടെയാണ് പ്ലേസ് വരുന്നത്, ആരാണ് വാക്സിൻ പ്രൊവൈഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു HMS-ലൂടെ ലഭിക്കുന്നതാണ്. നമുക്കറിയാം നമ്മൾ കൊറോണ വന്നപ്പോൾ നമ്മൾ 2 വാക്സിൻസ് ആണ് എടുത്തത് അല്ലെ. ചില ആളുകൾ കോവിഷീൽഡ് എടുത്തു, ചില ആളുകൾ കോവാക്സിൻ എടുത്തു അല്ലെ. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് ബുക്ക് ചെയ്തത്? നിങ്ങൾ ഓൺലൈൻ വഴിയല്ലേ ബുക്ക് ചെയ്തത്? ആണോ? ഓർമ്മയുണ്ടോ അത്? വാക്സിൻസ് എങ്ങനെയാണ് അതിന്റെ ബുക്കിംഗ് നിങ്ങൾ നടത്തിയത്? എങ്ങനെയാ? നേരിട്ട് എടുക്കുകയാണോ ഓൺലൈൻ വഴിയാണോ ചെയ്തത്? എങ്ങനെയാ ചെയ്തത്? എല്ലാവരും ഓൺലൈൻ വഴിയാണല്ലോ ബുക്ക് ചെയ്തത് വാക്സിൻസിന് വേണ്ടിയിട്ട്. ഓർമ്മയില്ല ആർക്കും? ഇപ്പൊ വാക്സിനും കോവിഷീൽഡ് ഒക്കെ എടുത്ത ആളുകളില്ലേ ഇവിടെ? ഉണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് വാക്സിൻ എടുത്തത്? നിങ്ങൾ ഓൺലൈൻ വഴിയാണ് നമ്മൾ അതിനുള്ള ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്നത്. പേഷ്യൻസിന് ആവശ്യമെങ്കിൽ വാക്സിനേഷന്റെ ഡീറ്റെയിൽസ്, എപ്പോഴാണ് വാക്സിൻസ് കൊടുക്കുന്നത്, ആരാണ് വാക്സിൻസ് തരുന്നത്, എവിടെ പോയാണ് വാക്സിൻസ് എടുക്കുന്നത് എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാക്സിനേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് HMS-ൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അവിടം വരെ എടുക്കുന്നുള്ളതെന്ന് നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് കാണിക്കാനുണ്ട്. വേണമെങ്കിൽ അതൊന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാം, 1-2 എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ. എന്താണ് HMS, അല്ലെങ്കിൽ എന്തൊക്കെയായിട്ടാണ് അത് കണക്ഷൻ വരുന്നത്, ഡാഷ്ബോർഡ് എന്താണ് എന്നൊക്കെ ഞാനിപ്പോ കാണിച്ചു തരാം. ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? മൊഡ്യൂൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ മൊഡ്യൂൾസ് വരുന്നതെന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസ് ഇൻഫോർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം, ഇൻഷുറൻസ് ക്ലെയിംസ് മാനേജ്മെന്റ് സിസ്റ്റം, ഇമ്മ്യൂണൈസേഷൻ ട്രാക്കിംഗ് സിസ്റ്റം, ഇൻവെന്ററി ആൻഡ് പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം, data analysis and reporting system, electronic health records, pharmaceutical information system, laboratory information management system, radiology information management system, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് സിസ്റ്റം, ഹെൽത്ത് കെയർ ബില്ലിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അതാണ് ഞാനത് കാണിച്ചത്. ഇത്തരത്തിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ ഒരു മാതൃക തന്നിട്ട് അല്ലെങ്കിൽ ഒരു മോഡൽ തന്നിട്ട് അതിനകത്ത് വിട്ടുപോയത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്, അതായത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. വേറെയും പിക്ചർ കാണിക്കാൻ ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. മൊബൈലിൽ എടുക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. എല്ലാവരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. പലതരത്തിൽ ഇതിനെ പിക്ചറൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. ഒന്ന് നോക്കുക, നിങ്ങൾ ഒബ്സർവ് ചെയ്യാം.
എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്? ഓരോ കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അഡ്മിൻ പാനല്, വെബ് ഹോസ്റ്റിംഗ്, ഇൻസ്റ്റാളേഷൻ, ആപ്പ് ഇന്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഡോക്ടേഴ്സ്, പേഷ്യന്റ്, 2 ബ്രാഞ്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ഫസ്റ്റ് കാണിച്ചു, ഒന്നും കൂടി കാണിക്കാം കേട്ടോ. അടുത്തയിലേക്ക് പൊക്കോട്ടെ ഞാൻ. നെക്സ്റ്റ് പിക്ചർ എടുക്കട്ടെ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം കേട്ടോ. The next picture, 7 features of hospital management system. The next one, HMS നടുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സെൻട്രൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റ് പല കാര്യങ്ങളും കണക്ട് ചെയ്യുന്നതാണ്. ഒരു ഹോസ്പിറ്റൽ എഫക്റ്റീവ് ആയിട്ട് പോകണമെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം. The next, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യുന്നു, ഡോക്ടറെ ഏതിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നു? ഡോക്ടേഴ്സിനെ ഫാർമസി ആയിട്ടും, ഇൻവെന്ററി, ഫിനാൻഷ്യൽ, IPD സെന്റർ, റെസിപ്റ്റ് ആൻഡ് ബിൽ, OPD സെന്റർ, അപ്പോയിന്റ്മെന്റ്, സെക്യൂരിറ്റി, ഇത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് പറഞ്ഞല്ലോ, ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞല്ലോ, ഡാഷ്ബോർഡ്സ് കേട്ടോ. ഇത്തരത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് എന്ത്, ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഡാഷ്ബോർഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് മൂന്നാമതൊരാള് ഒരു ഹോസ്പിറ്റലിൽ ഇക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങള് വന്ന് പരിശോധിക്കുമ്പോൾ അതെങ്ങനെയാണ് അവിടെ അവൈലബിൾ ആയിരിക്കുക. എന്തൊക്കെ കാര്യങ്ങളാ? ഹോസ്പിറ്റലിന്റെ പ്രോഫിറ്റ്, ഹോസ്പിറ്റലിലെ ലോസ്, അതുപോലെ എല്ലാ കാര്യങ്ങളും, എത്ര എണ്ണമാണ്, ഇപ്പൊ ബെഡ്സ് ഒക്കെ എത്ര എണ്ണമാണ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. ഇങ്ങനെ ചിത്രീകരിക്കുന്നതാണ് എന്ത്, ഡാഷ്ബോർഡ്സ് എന്ന് പറയുന്നത്. പിക്ചറൈസ് ആയിട്ട് കാണിക്കുന്നതാണ് എന്ത്, ഡാഷ്ബോർഡ്സ് കേട്ടോ. The next കേട്ടോ, next one,
Then next, ഒന്നുകൂടി പിക്ചർ കാണിക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായോ? പിക്ചർ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായോ നമുക്ക് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്? ഏകദേശം ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത് കേട്ടോ. ഓക്കെ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. മിസ്, പേഷ്യന്റ് മാനേജ്മെന്റില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അടയാളപ്പെടുത്താൻ പറഞ്ഞില്ലേ, അതൊന്നുകൂടി പറയാവോ? ആ, പേഷ്യന്റ് മാനേജ്മെന്റിൽ സെക്കൻഡ് പാരഗ്രാഫ് ആണ് പറഞ്ഞത് കേട്ടോ. വെൻ യു ബിഗിൻ തുടങ്ങി ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വരെ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നുമില്ല? ഓക്കെ ആണ്, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നന്നായിട്ട് വായിക്കാം. ഈ ഒരു കാണിച്ചിരിക്കുന്ന പിക്ചേഴ്സും അതുപോലെ അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കുക. നന്നായിട്ട് വായിക്കുക, കൂടാതെ പിക്ചർ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ എളുപ്പത്തിൽ പിടികിട്ടും കേട്ടോ. ഓക്കെ, താങ്ക് യു.